ഞാനൊരു അന്ധനായ ഫക്കീറാണ്. നിങ്ങൾ എന്നെ സഹായിക്കണം. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ വളരെ ക്ഷീണിതനാണ്. എനിക്ക് ഒരു ആടിനെ തന്നിട്ടെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. ഇത് കേട്ട രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള സ്ഥലം മുഴുവൻ ആടുകളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള അതിന്റെ ഉടമസ്ഥനായ ആ മനുഷ്യൻ ഈ അന്ധനായ ദരിദ്രനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇതിന് എടുക്കാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എത്ര വേണമെങ്കിലും നിങ്ങൾ എടുത്തുകൊള്ളൂ. ഞാനും നിങ്ങളെ പോലെ ഒരു അന്ധനായിരുന്നു, ഒരു ദരിദ്രനുമായിരുന്നു. പിന്നീട് അള്ളാഹു എനിക്ക് വളരെയധികം ഇഷ്ടംപോലെ തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നിന്ന് എടുക്കാം. സുഹൃത്തുക്കളെ, തിരിച്ചറിവിലേക്ക് സ്വാഗതം. തിരിച്ചറിവിൽ ഇന്ന് ഒരു പരീക്ഷണത്തിന്റെ കഥയാണ്. ബനു ഇസ്രായേൽപ്പെട്ട 3 മനുഷ്യന്മാരെ അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടി ഒരു മലക്കിനെ നിയോഗിച്ചു, ഭൂമിയിലേക്ക് അയച്ചു. ആ മലക്ക് ഒരു മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് ഒന്നാമത്തെ മനുഷ്യനായ വെള്ളപ്പാണ്ടും ദരിദ്രനുമായ ഒരു മനുഷ്യന്റെ അടുത്ത് വന്നുകൊണ്ട് ഈ മനുഷ്യരൂപത്തിലെ മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഏ സഹോദര, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് പറയുക. ആ ദരിദ്രനായ കുഷ്ഠരോഗമുള്ള മനുഷ്യൻ പറഞ്ഞു, എന്റെ കുഷ്ഠരോഗം കൊണ്ട് ഞാൻ ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. മനുഷ്യന്മാരുടെ ഇടയ്ക്കൊന്നും എനിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കുഷ്ഠരോഗം ഒന്ന് മാറി കിട്ടണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെ ഈ മലക്ക്, മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് ഈ കുഷ്ഠരോഗമുള്ള മനുഷ്യനെ ഒന്ന് തടവിക്കൊണ്ട് പെട്ടെന്ന് തന്മൂലം അയാളുടെ കുഷ്ഠരോഗം മാറി. വീണ്ടും അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള സമ്പത്ത് എന്താണ്? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഒട്ടകത്തെ വലിയ ഇഷ്ടമാണ്. ഒട്ടകം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഈ മലക്ക് ഒരു ഗർഭിണിയായ ഒട്ടകത്തെ, അതല്ല ഒരു കുട്ടിയും കുട്ടിയുമുള്ള ഒട്ടകത്തെയാണോ, രണ്ട് അഭിപ്രായമുണ്ട്. എന്തായാലും ഒരു ഒട്ടകക്കുട്ടി കൊടുത്തു എന്ന് തന്നെ പറയാം. അങ്ങനെ ഈ അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് അവിടുന്ന് പോയി. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ ഒട്ടകം പെരുകി പെരുകി രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള സ്ഥലങ്ങൾ അത്രയും പെരുകി വരുന്നുണ്ട്. അത്രയും വലിയ ഒട്ടകത്തിന്റെ ഒട്ടകത്തിന്റെ വലിയ കൂട്ടമായി. അങ്ങനെ ഈ ഈ മനുഷ്യരൂപത്തിലുള്ള മലക്ക് രണ്ടാമത്തെ മനുഷ്യനായിട്ടുള്ള അടുത്ത് പോയി. രണ്ടാമത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളപ്പാണ്ട് ആയിട്ടുള്ള ഒരു ദരിദ്രനായ മനുഷ്യനാണ്. ഇതേ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ വെള്ളപ്പാണ്ട് കാരണം ഞാൻ ആകെ വിഷമിച്ചിട്ടാണ്. അങ്ങനെ ഇതേപോലെ തന്നെ അവിടെ സംഭവിച്ചു. അദ്ദേഹത്തിന്റെ വെള്ളപ്പാണ്ട് മാറി കിട്ടി. വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മുതൽ എന്താണ്, സമ്പത്ത് എന്താണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പശുവിനാണ് ഇഷ്ടം. അപ്പോ വീണ്ടും ഇതുപോലെ തന്നെ അദ്ദേഹം ഒരു പശുവിനെ ഒരു കുട്ടിയും കൊടുത്തു, പ്രാർത്ഥിച്ചു, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ആളുടെ അടുത്തേക്ക് പോയി. ഇത് ആദ്യത്തെ അതേപോലെ തന്നെ ഈ പശു പെരുകിയിട്ട് വലിയ പശു കൂട്ടങ്ങളായി മാറി വലിയ പശുവിന്റെ മുതലാളിയായിട്ട് വളരെ സന്തോഷത്തോടെ നടക്കുകയാണ്. മൂന്നാമത്തെ ആളത്ത് ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ചെന്നുകൊണ്ട് ഈ മലക്ക് പറയുകയുണ്ടായി. അപ്പൊ ആ മൂന്നാമത്തെ ആള് എന്ന് പറഞ്ഞാൽ ഒരു അന്ധനാണ്, ദരിദ്രനുമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് ഇതേ ചോദ്യം ആവർത്തിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ധനാണ്, എനിക്ക് ലോകത്തെ ഒന്ന് കാണണം, എന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നെങ്കിൽ ലോകം കാണണം, അതാണ് എൻ്റെ ആവശ്യം, അതാണ് എൻ്റെ വലിയ ആഗ്രഹം. അതുപോലെ തന്നെ മുന്നേ സംഭവിച്ച പോലെ തന്നെ അദ്ദേഹത്തെ തടവി അദ്ദേഹത്തിന് കാഴ്ച കിട്ടി. വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുതൽ ഏതാണ്, സമ്പത്ത് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആടിനെ ഇഷ്ടമാണ്, ആടിനെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അതുപോലെ തന്നെ ഒരു ആടിൻകുട്ടിനും കൊടുത്തു. അങ്ങനെ മുൻ ഉള്ള പോലെ തന്നെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മലക്ക് തിരിച്ചു പോന്നു. ഈ ആട്
പെറ്റ് പെരുകിയിട്ട് ഒരു കണ്ണെത്താ ദൂരത്ത് അത്രയും വലിയ ആട്ടിൻപറ്റങ്ങളായി, രണ്ട് പർവ്വതങ്ങൾക്ക് നടുവിലുള്ള സ്ഥലങ്ങൾ അത്രയും ആടുംകൂട്ടങ്ങളായിട്ട് ആടിന്റെ മുതലാളിയായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം നടന്നു. ഈ 3 പേരും അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കൂടുതൽ മുതലുകളൊക്കെ ആയി കുറെ കാലം അങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ മലക്ക് 3 ആളുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ആദ്യത്തെ ആളടുത്ത് ആദ്യം വെള്ളപ്പാണ്ട് കുഷ്ഠരോഗമായിട്ട് മാറിയിട്ടുള്ള ആ ഒട്ടകത്തെ നോക്കുന്ന ആളടുത്താണ് ചെല്ലുന്നത്. അപ്പോ പഴയ ആ കോലത്തിൽ അദ്ദേഹത്തിന് കുഷ്ഠരോഗമുള്ള അതേ അവസ്ഥയിൽ ആ കുഷ്ഠരോഗി ആയിക്കൊണ്ട് ദരിദ്രനായിക്കൊണ്ടാണ് ഈ മലക്ക് ചെല്ലുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ വളരെ ക്ഷീണിതനാണ്, എനിക്ക് തന്നെയുമല്ല ഈ കുഷ്ഠരോഗം കൊണ്ടാകെ ടയേർഡായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ എന്നെ അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒട്ടകങ്ങളെല്ലാം ഉണ്ടല്ലോ, എനിക്കൊരു ഒട്ടകത്തെ തന്നെ എന്നെ സഹായിക്കണം, എനിക്ക് യാത്ര ചെയ്യാനൊക്കെ ഒട്ടകം ആവശ്യമാണ്, നിങ്ങൾ എന്നെ അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോ ഈ ഒട്ടക മുതലാളി ഒട്ടക മുതലാളിയായിട്ടുള്ള ആള് പറയുണ്ടായി, എല്ലാ മുതലാളിമാരും പറയുന്ന മാതിരി, എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാരൊക്കെ പറയുന്ന മാതിരി, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ഞാനിപ്പോ ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, തന്നെയല്ല ഒരുപാട് ബാധ്യതകളുണ്ട്, അതൊക്കെ തീർക്കണം, അതുകൊണ്ട് ഇപ്പൊ ഒട്ടകം തരാനൊന്നും പറ്റൂല. ഈ വലിയ മലയാളിമാര് ചിലവരൊക്കെ പറയുന്ന മാതിരിയൊക്കെ തന്നെ അയാൾ പറഞ്ഞു. അപ്പോ വീണ്ടും ഈ മലക്ക് പറഞ്ഞു, നിങ്ങൾ എവിടെ കണ്ട പരിചയം ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം ഒരു കുഷ്ഠരോഗിയായിരുന്നു നിങ്ങൾക്ക്, പിന്നെ അതെല്ലാം മാറിയിട്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് കുറെ മുതലുകൾ തന്നതല്ലേ. അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാന് എന്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ മുതലാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോ ഈ മലക്ക് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ പഴയ പേര് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചുപോയി. പിന്നെ സംഭവിച്ചത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഒട്ടകം നശിച്ച് പഴയപടി തന്നെ ദാരിദ്ര്യനായി മാറുകയുണ്ടായി. അങ്ങനെ രണ്ടാമത്തെ ആളെടുത്ത് പോയി, പശുവിനെ നോക്കുന്ന ആളെടുത്ത് ചെന്നു, ഇതേ ചോദ്യം ആവർത്തിച്ചു. പശുവിന് അയാൾ ഒരു വെള്ളപ്പാണ്ടുകാരനാണ്, ദരിദ്രനായ വെള്ളപ്പാണ്ടുകാരൻ. ആ വെള്ളപ്പാണ്ടുകാരന്റെ അതേ വേഷത്തിൽ പോയി ഇതേ ചോദ്യം ആവർത്തിച്ചു. ഇതേ ഉത്തരം തന്നെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒന്നും സഹായിക്കാൻ തയ്യാറായില്ല. അങ്ങനെ മൂന്നാമത്തെ ആളെടുത്ത്, ആടിനെ നോക്കുന്ന ആളെടുത്ത് ചെന്നു, ആടിനെ കിട്ടിയിട്ടുള്ള ആളെടുത്ത്. അപ്പോ അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ എത്ര എടുക്കണം അത്രയും എനിക്ക് സന്തോഷമുള്ളതാണ്. നിങ്ങളെ പോലുള്ള അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു അന്ധനായിക്കൊണ്ടാണ് ഈ മലക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങളെ പോലെ ഒരു അന്ധനായിരുന്നു ഞാൻ പണ്ട്, പിന്നെ എനിക്ക് ഒരുപാട് അള്ളാഹു അനുഗ്രഹിച്ച് ഇത്രയും മുതൽ തന്നാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുത്തോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, വളരെ സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മലക്ക് പറഞ്ഞു, അതെല്ലാം നിങ്ങൾ തന്നെ വെച്ചോളൂ, എനിക്കൊന്നും വേണ്ട, ഞാന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു 3 പേരെ പരീക്ഷിക്കുകയുണ്ടായി, അത് നിങ്ങൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്, മറ്റു 2 പേരും പരാജയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, മറ്റു 2 പേരെയും അള്ളാഹു കോപിതനായിട്ടുണ്ട്, അള്ളാഹുവിന്റെ കോപം അവരുടെ മേലുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ട് എന്നറിയിച്ചുകൊണ്ട് മലക്ക് പോയി. സുഹൃത്തുക്കളെ, ഇതില് ഗുണപാഠം വളരെ വ്യക്തമാണ്, ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ ദുനിയാവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അള്ളാഹു ഉണർത്തുന്ന കാര്യങ്ങളുമാണ്. ശക്കർത്തും അസീദന്നക്കും, നിങ്ങൾ ശുക്ർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ എല്ലാവരെയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇതവിടെ അവസാനിക്കുന്നു. തിരിച്ചറിവ് വീണ്ടും വേറൊരു കഥയുമായി വരാം. അസ്സലാമു അലൈക്കും.